ഹായ് കൂട്ടരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയാണ്. ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് പൊന്മുടി ടൂറിസ്റ്റ് മേഖല. നമ്മൾ തന്നെ വീട്ടിൽ നിന്നും 22 കിലോമീറ്റർ പോയാൽ പൊന്മുടി എത്തി. പക്ഷേ ഇതുവരേക്കും നമ്മൾ പൊന്മുടിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ പൊന്മുടിയിലെ ഒരു ഫുൾ വീഡിയോ ചെയ്യാനായിട്ടാണ് പോകുന്നത്. കാണാൻ നമുക്ക് ആ വീഡിയോ. അങ്ങനെ നമ്മൾ നേരെ നടന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത്. മുന്നോട്ട് നമ്മൾ നടന്ന് വരുമ്പോൾ രണ്ട് വരയാടിനെ ഉണ്ടാക്കി നിർത്തിയിട്ടുണ്ട്, പ്രതിമകൾ. അതും കണ്ടിട്ട് അതിൻ്റെ സൈഡിലൂടെ നടന്ന് മുകളിലോട്ട് കയറുമ്പോൾ കാണുന്നതാണ് വലിയൊരു പാറ. ആ പാറയിലൂടെ മുകളിലോട്ട് കയറുമ്പോൾ കുറച്ച് അത്യാവശ്യം ആൾക്കാർ ഇവിടെ പാറയിലൊക്കെ ഉണ്ട്. കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് അക്കരോ സൈഡ് കുറേ സ്ഥലങ്ങൾ താഴോട്ടും എല്ലാ സ്ഥലം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഈ പാറ. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നതാണ് നമ്മളാണ്ട വണ്ടി പാർക്ക് ചെയ്ത സ്ഥലവും താഴേക്ക് കാണാം. താഴ്ന്ന് വണ്ടി ആ റോഡിലൂടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചകളെ കാണാം. പിന്നെ അക്കരെ സൈഡിൽ ആ വാച്ച് ടവർ കാണാം. അങ്ങനെ നിരവധി കാഴ്ചകൾ കാണാം. താഴെ റോഡിലൂടെ വണ്ടി വരുന്നത് കാണാം. അങ്ങനെ ഏറെക്കുറെ കാഴ്ചകൾ ഈ പാറയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കണ്ട് മടങ്ങിയിട്ടാണ് നമ്മൾ ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ആളുകൾ പാറയിലൊക്കെ അവിടെ ഇവിടെ എല്ലാ സ്ഥലവും നടപ്പുണ്ട്. കുറച്ച് പേര് താഴ്ന്ന് കയറി വരുന്നതുണ്ട്. അപ്പോൾ നേരത്തെ ആ നല്ല രീതിയിൽ കണ്ട സ്ഥലം ഇപ്പം ബസ് വരുന്ന നല്ല രീതിയിൽ മഞ്ഞും കോടമഞ്ഞും ഉണ്ട്. അപ്പം അങ്ങനെ പല പല കാഴ്ചകളും കാണാനായിട്ടാണ് ഈ പൊന്മുടിയിൽ ആളുകൾ കൂടുതലും വരുന്നത്. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ മഞ്ഞൊക്കെ കണ്ടിട്ടും ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല. കാരണം നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ ഒരു മഴ വന്നാൽ ഇതിനേയും കാലം കൂടുതൽ കോടമഞ്ഞ് കാണും. അതുകൊണ്ട് ആയിരിക്കാം നമുക്കൊരു താല്പര്യക്കുറവ് മഞ്ഞിനോടൊക്കെ. എങ്കിലും നമ്മൾ കുറേ നേരം ഇത് വന്നതല്ലേ എന്നും പറഞ്ഞ് കൗതുകത്തോടെ കുറേ നേരം നോക്കി നിന്ന് ഇതെല്ലാം നിങ്ങളെ മുന്നിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം പാറകളും ഈ കാണുന്ന പച്ചപ്പുല്ലുകളെല്ലാം കാണിക്കാം. കോടമഞ്ഞും ഇതെല്ലാം കണ്ട് നമ്മൾ താഴേക്ക് ഇനി ഇറങ്ങി പോകുന്ന കാഴ്ചയാണിത്. അത്യാവശ്യം നേരത്തെ നമ്മൾ ആ ബസ് വന്ന സ്ഥലമാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ആ മഞ്ഞൊക്കെ മാറി നല്ല രീതിയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കണ്ടൊരു ചെടിയാണ്. അതിനെ ഒന്ന് വീഡിയോയിൽ പകർത്തി കുറച്ച് ആൾക്കാർ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടിതാ പാർക്കിലേക്ക് താഴെയെല്ലാം പാർക്ക് വണ്ടി നിറഞ്ഞ്, അതുകൊണ്ട് മുകളിലോട്ട് ഓരോ വണ്ടികൾ കയറ്റി വിടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു മണിക്കൂറോളം ബസ് താഴേക്കുമുണ്ട്. വിതുര ഡിപ്പോയിലേക്കും പിന്നെ നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക്, തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക്, അങ്ങനെ ഇഷ്ടം പോലെ ബസ്സുകൾ ഓരോ മണിക്കൂറോളം ബസ്സുകളുണ്ട്. പക്ഷേ ഇവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ മേളിൽ ആ ടവറിലേക്ക് പോകുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ച് ദൂരമെങ്കിലും ആ മേളിൽ വരെങ്കിലും അന്ന് കോൺക്രീറ്റ് ചെയ്യണമായിരുന്നു. കാരണം ഇവിടെ ഏതാണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നതുണ്ടോ, ഈ കല്ലിന് ഇടയിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് എങ്ങനെയുള്ള ആ പടിക്കെട്ടി കൂടെ കയറി പോകുന്നത്. തിരിച്ച് നമ്മൾ വരുമ്പോൾ ഒരു കല്ലിന് ചവിട്ടി താഴേക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആ മുഖത്തുള്ള പല്ലൊന്നും കാണില്ല. ആ സെയിം കണക്കിനാണ് കല്ലിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ നോക്കി നിന്ന് താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതും പിന്നെ അതിൻ്റെ അപ്പർ സ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ബസ് സ്റ്റോപ്പും ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം ആ മഞ്ഞിനിടയിലൂടെ. ഇനി തിരികെ താഴേക്ക് പോയിട്ട് ഇനി ആ സ്ഥലങ്ങളിലേക്ക് പോകാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ആ അപ്പർ സ്റ്റാൻഡിലേക്കാണ്. നേരത്തെ ആ സ്റ്റാൻഡിന് ആ ബസ് തിരിയുന്ന സ്ഥലം അപ്പർ സ്റ്റാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മുകളിൽ ആ കമ്പിയൊക്കെ നിർത്തിക്കുന്നത് കാണുന്നത് വയർലെസ്സിൻ്റെ ബിൽഡിങ്ങൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ റോഡിലൂടെ താഴേക്ക് വന്നിട്ട് ഇനി നമ്മൾ നേരത്തെ പോകുന്നത് അപ്പർ സ്റ്റാൻഡിലേക്കാണ്, അവിടുത്തെ കാഴ്ചയിലേക്ക്. അങ്ങോട്ട് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വണ്ടികളെല്ലാം ഫുള്ളായി തുടങ്ങി. നല്ല രീതിക്ക് കോടമഞ്ഞുണ്ട്. അങ്ങനെ നമ്മൾ ആ റോഡിലൂടെ ആദ്യം ബസ് തിരിയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. പൊന്മുടി അപ്പർ സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞ് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ആദ്യമൊക്കെ ബസ് വന്ന് തിരിയുന്ന സ്ഥലമായിരുന്നു പൊന്മുടി അപ്പർ സ്റ്റാൻഡ്. ഇവിടെയായിരുന്നു ബസ് തിരിയുന്നത്. ഇപ്പോഴാണ് ആ ബസ്സുകളൊക്കെ തൊട്ടപ്പുറത്ത് ആ പാർക്കിങ്ങിൻ്റെ അവിടെ തിരിയുന്നത്. ഇപ്പോൾ ഇവിടെ വേണ്ട കുഞ്ഞുങ്ങളൊക്കെ എന്തൊക്കെയോ കുഞ്ഞു വണ്ടിയിലൊക്കെ എന്തൊക്കെ കളിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ നേരം നടന്നപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്തു.
അങ്ങനെ വണ്ടിയിൽ വന്ന് കുറേ നേരം ഇരുന്ന് നമ്മൾ വണ്ടിയുമായിട്ട് താഴേക്ക് വന്ന വഴിയെ തിരികെ താഴെ കൊട്ടാരം ഒന്ന് കാണണം. പഴയ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി. ആ പടിക്കെട്ടിലൂടെ നമ്മൾ താഴേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി മാറിപ്പോയി. നമ്മൾ പഴയ കൊട്ടാരത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടിറങ്ങിയ ആ പടിക്കെട്ടിലൂടെ ഇറങ്ങി വന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ഇപ്പോഴത്തെ പുതിയ വഴിയാണ്. പടിക്കെട്ടിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന ആ റോഡാണ്. അപ്പോൾ ഇവിടെ വന്ന അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അടിപൊളി ഒരു സ്ഥലമാണിത്. പക്ഷേ ഇപ്പം പുതിയ വഴിയിലൂടെ ആണ് ആൾക്കാർ നടന്നു വരുന്നത്. ഇവിടെ അടിപൊളി സ്ഥലങ്ങൾ തന്നെ. ഏതാണ്ട് പൊന്മുടിയിൽ വന്ന ഇങ്ങനത്തെ കിടിലം സ്ഥലങ്ങളുമുണ്ട്. കുറച്ച് പേർക്ക് മാത്രമേ ഇതറിയാവൂ. കുറച്ച് പേര് നേരെ റോഡിലൂടെ താഴോട്ട് പോയാൽ പിന്നെ ഒന്നും ഇത് ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരില്ല. അപ്പോൾ ഇവിടെ ആണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഓവ് വെച്ച് താഴേക്ക് കുറേ വെള്ളമൊക്കെ നിർത്തിക്കൊണ്ട് നേരത്തെ ഇതിൽ താഴേക്ക് പോകാമായിരുന്നു. ഇപ്പോഴും അവിടെയൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. ഇവിടം വരെ ഇപ്പോൾ വരാനുള്ള പെർമിഷനുള്ളൂ. താഴെ നേരത്തെ ചെറിയ ഈ സൈഡിൽ കുഞ്ഞു വഴിയുണ്ട്. താഴെ ഒരു ചെറിയ കുഞ്ഞു പാറയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോഴൊരു ഇങ്ങോട്ടൊന്നും പ്രവേശനമില്ല. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ നിന്നിട്ട് ഇനി നമുക്കിനി കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നേരത്തെ തേയില പൊടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊന്മുടി. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ ആ ബിൽഡിങ്ങിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അടിപൊളിയാണ്. നോക്കിയാൽ ഈ ഒരു വച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കൂരയുടെ മണ്ടയിൽ നമ്മൾ പായലങ്ങനെ പച്ചപ്പിൽ അടിപൊളിയായിട്ട് കിടക്കണതാണ്. നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ നല്ല പച്ച വിരിച്ചതുപോലെ തന്നെ അതിമനോഹരമായി കിടക്കുന്ന ഒരു കാഴ്ചയാണിത്. കണ്ട് ഇനി നമ്മൾ തിരികെ മേളിലോട്ട് നടന്ന് നീങ്ങാൻ തുടങ്ങി. പടിക്കെട്ടെല്ലാം കയറി മുകളിലേക്ക് വന്ന് ഇനി നമുക്ക് പോകേണ്ടത് 2 സ്ഥലങ്ങളാണ് താഴേക്ക് പോകുന്ന വഴി. അത് 2 സ്ഥലവും ഒന്ന് കാണിക്കാം. ഒന്ന് നമ്മളെ ഒരു ഹിഡൻ സ്പോട്ടായ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. ഇവിടെയാണ് നമ്മളെ കുറേ 3-4 സിനിമകളിലുണ്ട് തോന്നുന്നു ഈ സ്ഥലം. പൊന്മുടി വരുന്നവർ മിക്കവരും ഇവിടെ വന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് ഇതിലെ താഴേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നതാണ് ഈ പൊന്മുടിയിലുള്ള തേയില പറിച്ച് പൊടിച്ചുകൊണ്ടിരുന്ന സ്ഥലമുണ്ട്. നമ്മളെ എസ്റ്റേറ്റിലെ തേയില പൊടിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷെ മിക്ക വീട്ടിൽ നമ്മളത് ഫുള്ള് ആരും കണ്ടിട്ടില്ല. ഈ പൊന്മുടി തേയില നട്ടിട്ടുണ്ട്, അത് പൊടിക്കുന്ന സ്ഥലമൊന്നും ആരും കാണിച്ചിട്ടില്ല. നമ്മൾ കാണുന്ന റോഡിലൂടെ താഴേക്ക് പോയി ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന കമ്പി വിടുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങി വന്നാലേ നമുക്ക് ആ തേയിലേക്ക് പൊടിക്കുന്ന സ്ഥലം കാണാൻ പറ്റുള്ളൂ. ഇതാ ഈ വളവ് കഴിഞ്ഞ് ആ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ആ ബിൽഡിങ്. ഇത് കുറച്ചതിൻ്റെ ഫ്രണ്ടിലോട്ടാണ്ട് ഇവിടെ പഴയ ബിൽഡിങ്ങൊക്കെ പുതുക്കി ചെയ്യാനുള്ള കമ്പിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തേയില പൊടിക്കുന്ന ആ ബിൽഡിങ്ങുകളൊക്കെ. ഇതാണ് പൊന്മുടി. ഇവിടെ 2 എണ്ണം ഉണ്ട്. കുളച്ചിക്കരയെന്ന് പറയുന്ന സ്ഥലമുണ്ട്, പൊന്മുടിയുണ്ട്. ഇപ്പോൾ രണ്ടും പ്രവർത്തനം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ പ്രവർത്തനമുണ്ട്. പൊന്മുടി തേയില ഇവിടെ നിന്നാണ് പൊടിക്കുന്നത്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഓപ്പൺ ആണെന്ന് തോന്നുന്നത്. ഇതാണ് പൊന്മുടി തേയിലയൊക്കെ പൊടിച്ച് എടുക്കുന്ന സ്ഥലം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.